നമസ്കാരം. എൻ്റെ പേര് ലിജോപ്പോൾ മോട്ടിവേഷൻ എഴുത്തുകാരനാണ്. ഇന്നത്തെ വിഷയം തെറ്റുകൾ തിരുത്തുക എന്നതിനെ കുറിച്ചിട്ടാണ്. നമ്മളിൽ പലരും പലപ്പോഴും പല തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. തെറ്റുകൾ എപ്പോഴാണ് നമ്മൾ കണ്ടെത്തുക? ഒരുപക്ഷെ മറ്റുള്ളവർ ചൂണ്ടിക്കാണിക്കുമ്പോഴായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കി എടുക്കുന്നതായിരിക്കാം. ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത തെറ്റുകൾ ഈ ലോകത്തുണ്ട്. എന്താണ് ആ തെറ്റുകൾ? നമ്മൾ മനസ്സിലാക്കേണ്ട ഓരോ തെറ്റുകളെക്കുറിച്ചും നമ്മൾ വിലയിരുത്തേണ്ടതുണ്ട്. നമ്മുടെ ചുറ്റുപാടും നടക്കുന്ന ഓരോ തെറ്റുകളും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ ഭാഗത്തുനിന്ന് വരുന്ന തെറ്റുകളായിരിക്കാം, മറ്റുള്ളവരുടെ ഭാഗത്തു നിന്നുള്ള തെറ്റുകളായിരിക്കാം ഒരുപക്ഷെ ഒത്തിരിയധികം ആളുകൾക്ക് വേദനകൾ സൃഷ്ടിക്കുന്നതിന് പ്രധാനപ്പെട്ട കാരണമാവുക. നമ്മുടെ ജീവിതത്തിൽ സന്തോഷം നിറയണമെങ്കിൽ തെറ്റുകൾ സംഭവിക്കാതിരിക്കണം. ദുഃഖത്തിനുള്ള പ്രധാന കാരണം തെറ്റുകൾ സംഭവിക്കുന്നത് കൊണ്ടാണ്. ഒരാളുടെ തെറ്റുകൾ കാരണമായിരിക്കാം ഒത്തിരിയേറെ ആളുകൾ ഒരുപക്ഷെ ദുഃഖിക്കേണ്ടി വരുന്നത്. നമ്മളിലുള്ള തെറ്റുകൾ നമ്മൾ തിരുത്തിയില്ല എങ്കിൽ നമ്മൾക്ക് തന്നെയാണ് അതിൻ്റേതായ ബുദ്ധിമുട്ട് ഭാവിയിൽ ഉണ്ടാവുക എന്നത് തിരിച്ചറിയാതെ പോകരുത്. തെറ്റുകൾ കണ്ടെത്തി തിരുത്തേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. നമ്മൾ വരുത്തുന്ന തെറ്റുകൾ ഭാവിയിൽ ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകൾക്ക് കാരണമായേക്കാം, ഒത്തിരിയേറെ നഷ്ടങ്ങൾക്ക് കാരണമായേക്കാം. തുടക്കത്തിലെ തെറ്റുകൾ കണ്ടെത്തി തിരുത്താനായിട്ട് നമ്മൾ ഉത്സാഹിക്കേണ്ടതുണ്ട്. ഏതൊരു വളർച്ചയ്ക്കും തെറ്റുകൾ തടയപ്പെടേണ്ടത് വളരെയേറെ ആവശ്യമാണ്. തെറ്റുകൾ ഉണ്ടെങ്കിൽ അവിടെ വളർച്ച മുരടിക്കും. തെറ്റുകൾ തിരുത്താതെ ഒരിക്കലും ഉയർച്ച നേടാൻ കഴിയില്ല. തെറ്റുകളെ കണ്ടെത്തി തിരുത്താനായിട്ട് നമ്മൾ എപ്പോൾ മുതൽ ആരംഭിക്കുമോ അപ്പോൾ മുതൽ മാത്രമേ നമ്മളിലേക്ക് നേട്ടങ്ങൾ കൈവരാനായിട്ട് സാധിക്കുകയുള്ളൂ. തെറ്റുകൾക്കുള്ള പ്രധാന കാരണം അറിവില്ലായ്മയാണ്. നമ്മൾക്ക് വേണ്ടത്ര അറിവ് ആ ഒരു കാര്യത്തിൽ ഇല്ലാത്തത് കൊണ്ടാണ് തെറ്റുകൾ സംഭവിക്കുന്നത്. ഒരാൾ പറയുന്ന കാര്യം അതേപോലെ നമ്മൾ കേൾക്കേണ്ട ആവശ്യം പല സാഹചര്യത്തിലും ഒരുപക്ഷെ ഉണ്ടായെന്ന് വരില്ല. ഒരാൾക്ക് അംഗീകാരം കിട്ടുന്നത് ആ വ്യക്തിക്ക് ആ മേഖലയിലുള്ള അറിവിൻ്റെ ആഴം അനുസരിച്ചിട്ടാണ്. ഒത്തിരിയേറെ അറിവുണ്ടെങ്കിൽ മാത്രമേ പല കാര്യത്തിലും പ്രാഗൽഭ്യം തെളിയിക്കാനായിട്ട് ഒരു വ്യക്തിക്ക് സാധിക്കുകയുള്ളൂ. തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടാകാം നമ്മളിൽ പലർക്കും. അത് തിരുത്തേണ്ടതാണ്. തിരുത്താനായിട്ട് നമ്മൾ ശ്രമിക്കേണ്ടതാണ്. നമ്മളുടെ ഭാഗത്തുനിന്നും വരുന്ന തെറ്റുകൾ നമ്മൾ തന്നെയാണ് തിരുത്തേണ്ടത്. മറ്റുള്ളവർക്ക് തെറ്റുകൾ ഒരിക്കലും അനുകരിക്കാതിരിക്കാൻ പറഞ്ഞു കൊടുക്കേണ്ടതും. തെറ്റുകൾ ആർക്കും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. തെറ്റിനെ ഒരിക്കലും കൂടെ കൂട്ടാതിരിക്കുക. തെറ്റിനെ ഒഴിവാക്കാനാണ് ശ്രമിക്കേണ്ടത്. ഒരാൾ തെറ്റ് ചെയ്താൽ ആ തെറ്റാണെന്ന് പറയാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. നമ്മൾക്ക് അതിനുള്ള അറിവ് വേണം. തെറ്റ് കണ്ടാൽ തിരുത്താൻ നമ്മളെ കൊണ്ടാവണം. നമ്മൾക്ക് പറയാൻ സാധിക്കണം. മറ്റുള്ളവർ ചെയ്യുന്ന തെറ്റുകൾ ഒരുപക്ഷെ എല്ലായ്പ്പോഴും നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നു വരില്ല. ഒരുപക്ഷെ നമ്മുടെ പരിമിതികളായിരിക്കാം. എങ്കിൽ പോലും നമ്മൾ നമ്മുടെ കഴിവിൻ്റെ പരമാവധി മറ്റുള്ളവരിലെ തെറ്റുകൾ കണ്ടെത്തി മനസ്സിലാക്കി കൊടുക്കാനായിട്ട് പറ്റുമെങ്കിൽ ശ്രമിക്കേണ്ടതാണ്. തെറ്റ് ഒരാൾക്ക് ഒരു വട്ടം ഒരുപക്ഷെ അബദ്ധത്തിൽ സംഭവിച്ചെന്നിരിക്കാം. കൂടെ സംഭവിക്കുന്നത് ഒരിക്കലും അബദ്ധമാവില്ലല്ലോ. അതിന് പിന്നിൽ മനഃപൂർവ്വമായുള്ള ശ്രമങ്ങളായിരിക്കാം. അതുകൊണ്ട് തന്നെ തെറ്റുകൾ ഉണ്ടാവാതിരിക്കാനായിട്ടുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്നും ഉണ്ടാകണം. തെറ്റുകൾ മൂലം ഒത്തിരിയേറെ നാശനഷ്ടങ്ങൾ നമ്മുടെ ചുറ്റുപാടുകളിൽ നോക്കിയാൽ കാണാൻ സാധിക്കും. നമ്മൾ നിത്യജീവിതത്തിൽ വരുത്തുന്ന തെറ്റുകൾ എന്തെല്ലാമാണെന്ന് നമ്മൾ പരിശോധിച്ച് നോക്കാറുണ്ടോ? നിസ്സാരമായി നമ്മൾ അവഗണിക്കുന്ന ചെറിയ കാര്യങ്ങൾ മതി നമ്മുടെ ജീവിതത്തിൻ്റെ മാത്രമല്ല മറ്റുള്ളവരുടെയും ജീവിതത്തിൻ്റെ താളം തെറ്റിക്കാൻ. നമ്മുടെ ചുറ്റുപാടും നോക്കിക്കഴിഞ്ഞാൽ എത്ര അപകടങ്ങളാണ് നിത്യേന സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്.
അതിൽ പലപ്പോഴും പ്രധാനമായിട്ടുള്ള കാരണമായി തീരുന്നത് അശ്രദ്ധയാണ്. അശ്രദ്ധ ആരുടെ ഭാഗത്തു നിന്ന് എപ്പോൾ വന്നു കഴിഞ്ഞാലും അതിൻ്റെ ഒരു ഫലം ആ ഭാഗത്ത് അതിൻ്റെ ചുറ്റുപാടുകളിൽ സംഭവിക്കാൻ സാധ്യത ഏറെയാണ്. നമ്മൾ ശ്രദ്ധയോടെ കാര്യങ്ങളെ കൈകാര്യം ചെയ്തില്ല എങ്കിൽ എപ്പോൾ വേണമെങ്കിലും നമ്മളിൽ നിന്നും തെറ്റുകൾ സംഭവിച്ചെന്ന് വരാം. അതുകൊണ്ട് ഓരോ കാര്യത്തിൽ ഏർപ്പെടുമ്പോഴും വളരെയേറെ ശ്രദ്ധയോടെ ജാഗ്രതയോടെ നമ്മൾ മുന്നേറാൻ ശ്രമിക്കേണ്ടതാണ്. തെറ്റുകൾ ഒരിക്കലും നമ്മുടെ ഭാഗത്തുനിന്നും ഉണ്ടാവാതിരിക്കാനായിട്ട് ശ്രമിക്കുക. ഒരുപക്ഷെ തിരുത്താനാവാത്ത തെറ്റുകളായിരിക്കാം നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ സംഭവിക്കുക. നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരുടെ ജീവിതത്തിലും എപ്പോഴും നല്ലത് മാത്രം സംഭവിക്കാൻ ആഗ്രഹിക്കുക. ഒരിക്കലും നമ്മുടെ ഭാഗത്തു നിന്ന് തെറ്റുകൾ കൊണ്ട് ആർക്കും ദുഃഖങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ. തെറ്റുകളെ കണ്ടെത്താനും തെറ്റുകളെ തിരുത്താനും നമ്മൾ പരിശ്രമിച്ചേ മതിയാകുള്ളൂ. നമ്മളിലെ തെറ്റുകളെ തിരുത്തിയെങ്കിൽ മാത്രമേ നമുക്ക് പുരോഗതി നേടിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. മറ്റുള്ളവരിലെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നതിന് മുമ്പ് നമ്മളിലെ തെറ്റുകൾ കണ്ടെത്താനായിട്ടെങ്കിലും ശ്രമിക്കേണ്ടതുണ്ട്. നമ്മളിലെ തെറ്റുകൾ മറച്ചു വെച്ചുകൊണ്ട് മറ്റുള്ളവരെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത്? നമ്മൾ നന്നാവാതെ മറ്റുള്ളവരെ നന്നാക്കാൻ ശ്രമിക്കുന്നതിൽ അർത്ഥമില്ലല്ലോ. നമ്മളുടെ ഭാഗത്തു നിന്നും ചെറുതോ വലുതോ ആയിക്കോട്ടെ, എന്ത് തെറ്റാണെങ്കിലും അതിനെ അംഗീകരിക്കാനും അതിനെ തിരുത്താനും നമ്മൾ മുൻകൈ എടുക്കേണ്ടതുണ്ട്. നമ്മൾ മറ്റുള്ളവർക്ക് മാതൃകയാകണമെങ്കിൽ നമ്മളിലെ തെറ്റുകൾ തിരുത്താൻ നമ്മൾ ശ്രമിച്ചേ മതിയാകുള്ളൂ. തെറ്റുകൾ ലോകത്തിൽ എവിടെയൊക്കെയും ഏതൊക്കെ നിമിഷങ്ങളിൽ സംഭവിക്കുക എന്ന് പറയാനായിട്ട് സാധിക്കുകയില്ലല്ലോ. ഒരു തെറ്റ് മതി വലിയ നഷ്ടങ്ങൾക്ക് കാരണമാകാനായിട്ട്. ആ നഷ്ടങ്ങൾ ഒരു പക്ഷേ തിരിച്ചെടുക്കാൻ കഴിയുന്നതായിരിക്കണമെന്നില്ല, നികത്തിയെടുക്കാൻ കഴിയുന്നതായിരിക്കണമെന്നില്ല. അതിനാൽ തെറ്റുകൾ സംഭവിക്കാതിരിക്കാനായിട്ട് നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ പല കാര്യത്തിലും വീഴ്ചകളുണ്ടായെന്ന് വരാം. പല കാര്യങ്ങളിലും നമ്മൾ വിചാരിച്ച പോലെ നടക്കണമെന്നില്ല. തെറ്റിന് കൂട്ടുപിടിച്ചാൽ ഒരു പക്ഷേ നമ്മൾക്ക് നേട്ടങ്ങളുണ്ടായെന്ന് തോന്നിയേക്കാം. പക്ഷേ അതെല്ലാം വെറുതെയാണ്. തെറ്റ് ഒരിക്കലും നമ്മൾക്ക് സന്തോഷവും സമാധാനവും തരത്തില്ല. നമ്മൾക്ക് എത്രയധികം നേട്ടങ്ങൾ നേടാൻ ഒരു പക്ഷേ തെറ്റ് കാരണമായെങ്കിൽ പോലും അതിനധികം ആയുസ്സുണ്ടാവില്ല. തെറ്റിലൂടെയല്ല നമ്മൾ നേട്ടങ്ങൾ കൊയ്യേണ്ടത്. വിജയങ്ങൾ നേടേണ്ടത് തെറ്റിലൂടെയല്ല, നേരായ വഴിക്കാണ്. നേരായ വഴിക്ക് തിരഞ്ഞെടുക്കാൻ നമുക്ക് കഴിയണമെങ്കിൽ തെറ്റിനെ ഉപേക്ഷിക്കാനായിട്ട് സാധിക്കണം. നമ്മൾ ചെയ്യുന്ന ഓരോ തെറ്റും നാളുകളിൽ നമ്മളെ നോക്കി നമ്മൾക്ക് തന്നെ വിനയാകും, നമ്മൾക്ക് തന്നെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കും. നമ്മൾ ഓരോ നിമിഷവും തെറ്റിനെ ഒഴിവാക്കാനായിട്ട് ശ്രമിച്ചില്ല എങ്കിൽ നമ്മൾക്ക് തന്നെയാണ് നാളുകളിൽ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക എന്നത് മറക്കാതിരിക്കുക. തെറ്റുകൾ എത്ര വേഗം തിരുത്താൻ തയ്യാറാകുന്നുവോ അത്രയും നമ്മൾക്ക് വിജയത്തിലേക്ക് അടുക്കാനായിട്ട് സാധിക്കും. വിജയം നേടണമെങ്കിൽ തെറ്റുകളെ ഒഴിവാക്കിയേ മതിയാകുള്ളൂ. തെറ്റിനെ കൂടെ കൂട്ടിയാൽ ഒരിക്കലും വിജയത്തിൻ്റെ അടുത്തെത്താൻ നമുക്ക് കഴിയില്ല. വിജയിക്കണമെങ്കിൽ തെറ്റുകൾ ഒഴിവാക്കി മുന്നേറാനായിട്ട് സാധിക്കണം. ഒരു പരീക്ഷയിൽ വിജയിക്കണമെങ്കിൽ തെറ്റ് എഴുതിയതുകൊണ്ട് കാര്യമില്ലല്ലോ. ശരി ഉത്തരം എഴുതിയാൽ മാത്രമല്ലേ നമുക്ക് വിജയിക്കാനും മാർക്ക് നേടാനും സാധിക്കുകയുള്ളൂ. അതുപോലെ ശരിയേത് തെറ്റേതെന്ന് വിവേചിച്ചറിയാനായിട്ട് നമ്മൾക്ക് സാധിക്കണം. നമ്മുടെ ഓരോ കഷ്ടപ്പാടിനും നേട്ടങ്ങൾ കൈവരിക്കണമെങ്കിൽ നമ്മൾ നേരായ വഴിക്ക് കഷ്ടപ്പെടേണ്ടതുണ്ട്. തെറ്റായ വഴിയിലൂടെ കഷ്ടപ്പെട്ടാൽ നമ്മൾക്ക് അധികകാലം മുന്നേറാനായിട്ട് സാധിക്കില്ല എന്ന തിരിച്ചറിവുണ്ടാവട്ടെ. തെറ്റിനെ ഒഴിവാക്കിക്കൊണ്ട് വിജയം നേടിയെടുക്കാനായിട്ട് ശരികളുമായി മുന്നേറാനായിട്ട് നമ്മൾ ഓരോരുത്തർക്കും സാധിക്കണം. അതിനായിട്ട് പരിശ്രമിക്കണം. തെറ്റിൻ്റെ പിന്നാലെ പോകാതെ
ശരികളുടെ പിന്നാലെ പോകുവാനായിട്ട് നമ്മൾ ഓരോരുത്തർക്കും കഴിയട്ടെ. നമ്മുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ കൈവരുത്താനായിട്ട് ശരികളുമായി മുന്നേറാനായിട്ട് നമ്മൾ ഓരോരുത്തർക്കും സാധിക്കട്ടെ.